ഇങ്ങനെ വരുമ്പോൾ കാണുന്നൊരു ഭംഗി. അവിടേക്ക് ഇല്ലിക്കൂട്ടങ്ങളാണ്, കുറേ പേര് കാണാൻ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ മേലേക്കൊന്ന് കയറാം കേട്ടോ. മേലേക്കൊന്ന് പോവാ. സ്റ്റെപ്പ് കണ്ടില്ലേ, കണ്ടോ? ഇപ്പോൾ സോളാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ടാങ്ക്. ഇവിടെ ചേട്ടൻ എന്തോ പണിയെടുക്കുന്നുണ്ട്. കറണ്ട് പോയാലും സോളാർ. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും മേലെയായിട്ടുള്ളത് ടെറസിലാണ്. മേലേന്ന് കാണാൻ എന്താ ഭംഗിയില്ലേ. അവിടേക്കൊക്കെ പണി നടന്നുകൊണ്ട് നിൽക്കുക ഫുള്ള്. നമുക്കിനി താഴേക്ക് പോവാം. അപ്പോൾ 2 റൂം, ഒരു ഹാള്, ഒരു അടുക്കള വരുന്നുണ്ട്. പിന്നൊരു കോമൺ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ വർക്ക് ഏരിയ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ കുറേ പേര് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട് ചേച്ചിമാർ. ഇതണ്ട ഇവിടെ പണി നടക്കുകയാണ്, ഗേറ്റിൻ്റെ പണി നടക്കുക. താത്ത അവിടെ ക്ലീൻ ചെയ്യാൻ വന്നേ കേട്ടോ. ഇവരിവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീടൊക്കെ കൊടുത്തു ഇവർക്ക്. ഇവിടുത്തെ ഈ വീടുകളൊക്കെ കൊടുത്തേന്ന് തോന്നുന്നു, അറക്കിട്ടിട്ട്. എന്താ ഭംഗിയില്ലേ. നമുക്ക് ചേട്ടന്മാരുടെ ടൈലൊക്കെ കട്ടി, നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഗേറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ ചേട്ടാ ഗേറ്റ്. ഇവിടെ ഇതിലെ റോഡിൻ്റെ പണിയാണ്. അവിടെ ഉറപ്പിക്കുക കേട്ടോ. ഈ പുല്ല് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഉറപ്പിക്കുന്നതാണ്. ഈ ചേട്ടനല്ലേ പാറപ്പൊടി കൊണ്ടുപോകാം കേട്ടോ തേക്കാനൊക്കെ. നമുക്കിതിൻ്റെ മേലേക്ക് പോവാം. ഇവിടുന്ന് തന്നെയാണ് ടൈലൊക്കെ മുറിച്ചെടുക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ടൈല്. ആ എന്ത് രസമാണ് കാണാൻ നോക്കിയേ. ഇത് കണ്ടോ, ഇവിടെ ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ട് ഇവർ ഇതിൽ തന്നെ ടൈല് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ ഗ്രാനൈറ്റ്. ഇവരിവിടെ തന്നെ ഗ്രാനൈറ്റ് ഉണ്ടാക്കുക. ഇതുണ്ടോ അമ്പാ നോക്കിയേ, ഗ്രാനൈറ്റ് ഇവിടെ തന്നെ സെറ്റപ്പ് ആക്കുകയാണ്. എല്ലാ പണികളും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെ പാറ കട്ട് ചെയ്ത് ഗ്രാനൈറ്റ് ഉണ്ടാക്കി ആ ഗ്രാനൈറ്റാണ് ഇവിടെ പതിക്കുന്നത് ഫ്രണ്ടിൽ. ഇതുണ്ടോ. ഇപ്പോൾ കുറേയൊക്കെ ഇവർ മുറിച്ചെടുത്തു. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. അവിടെ ഒരുപാട് വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അവിടെ കുറച്ച് ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്. അവിടെ ടോയ്ലറ്റിൻ്റെ കുഴി എടുക്കുക കേട്ടോ. ഇതുണ്ടല്ലേ, ഈ കാണുന്ന ടോയ്ലറ്റിൻ്റെ കുഴി ഉണ്ടാക്കുന്നതാണ്. ഇവിടെ മതിൽ കെട്ടി പണിയാ. അവിടെ പിന്നെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലേ, ചെറിയ തിണ്ട് പോലെയാ.
ചാല്, രണ്ടെണ്ണം അപ്പുറം ഇപ്പുറേ. എന്നിട്ട് അതിന് നടക്കി കൂടെ വഴി. ഈ ഒരു വീടിൻ്റെ ഉള്ളിലൂടെ കയറാം. കണ്ടോ, ഇവിടുത്തെ ആ പാറയിൽ നിന്ന് മുറിച്ചെടുത്ത ഗ്രാനൈറ്റ് ആണ് ഇട്ടത്. ഇതുണ്ടോ, ആ ഗ്രാനൈറ്റാണ് ഇവരിവിടെ ഇട്ടേക്കണേ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാളാണ്. 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ലൈറ്റ് പച്ച പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. കണ്ടോ, കയറി ചെല്ലുമ്പോൾ തന്നെ സിങ്ക് വരുന്നുണ്ട്, കൈ കഴുകാൻ, വാഷ്റൂം. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ അലമാരയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയ റൂമാട്ടോ അത്. ഇതുണ്ടോ, ഹാളിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ ഇവിടെ ഇതാ ഡി പി വരുന്നുണ്ട്. കണ്ടതാ ഇൻവേർട്ടറൊക്കെ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ റൂം. ഈ റൂമിൽ ഒരു ഫാനും കാര്യങ്ങളും, അലമാര. അതാ അലമാര. ഇതാ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. രണ്ട് റൂമായിട്ട് ഒരു വീട്ടിൽ വരുന്ന. ഇതാ ഇവിടെ ഒരു ബാത്റൂമാണ്. ഇതുണ്ടോ, യൂറോപ്യൻ ക്ലോസറ്റ്. പിന്നെ ഇവിടെ കിച്ചൺ. ഇതുണ്ടോ, കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സോസ്റ്റ് ഫാന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുണ്ടോ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ, തുറക്ക്. ഇതാണ് കബോർഡിൻ്റെ ഉൾഭാഗം. നോക്കിയേ, ഇപ്പം എല്ലാ വീട്ടിലും ഒരേ സംഭവങ്ങളെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സിങ്ക്. പിന്നെ ഇത് വർക്ക് ഏരിയ. ഇതുണ്ടോ, ഇവിടെ സിങ്കും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാതാ. ഇവിടെ ഗ്രാനൈറ്റൊക്കെ സെറ്റ് ചെയ്ത്. ഇവിടെ ചെറിയ മിറ്റാണ് കണ്ടോ, മതിലൊക്കെ കെട്ടി. പിന്നെ സ്റ്റെപ്പ് കയറി മേലെ ടെറസിലോട്ട് പോകാം കേട്ടോ നമുക്ക്. ഇതാണ് വീടിൻ്റെ ബേക്ക് ഭാഗം. അങ്ങോട്ടേക്കൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. അതാ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അവർ കണ്ടോ, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുക. JCB കണ്ടോ, അവിടെ കുറച്ച് പേര്. നമുക്കിനി നേരെ ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നൊന്ന് കണ്ടിട്ട് വരാം. അവിടേക്ക് പോവാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഇൻ്റർലോക്ക് പതിക്കും. ഇവിടെ ഇൻ്റർലോക്ക് പതിക്കുന്നുണ്ട് തോന്നുന്നു. ബ്രോ, ഇവിടെ ഇൻ്റർലോക്ക് പതിക്കുന്നുണ്ട്? ഇവിടെ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ കയറി വരുന്ന ഭാഗത്ത് ഇൻ്റർലോക്ക് പതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കൊന്നും ഇൻ്റർലോക്ക് ഇല്ല. പിന്നെ പാത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. പാത്തി ഇതുണ്ടോ, മഴ ചെയ്യുമ്പോൾ വെള്ളം ചാടുള്ള പാത്തിയും കാര്യങ്ങളും. എന്നാലും ഇവിടുന്ന് കുറേ ഇവിടെ ഈ വീട് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ബന്ധങ്ങൾ കിട്ടും കേട്ടോ. കുറേ അറിയാത്ത ആളുകൾ അവരായിട്ട് കൂട്ടുകൂടാ. അല്ലേ, തൊട്ടടുത്ത് തന്നെ അടുത്ത വീട്. ഇതാ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഓണവും വിഷുവൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. എല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കും. ഇതല്ലേ, തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത വീടുകൾ. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കുറേ പേര് ചാലിൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുക കണ്ടോ. ഇവിടെ കുറേ ചേട്ടന്മാർ കാണാനൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ചേട്ടന്മാർ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാനപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ദാ ശ്രീ ദുർഗാദേവി ക്ഷേത്രം, പുൽപ്പാറ ക്ഷേത്രം. ഇവർക്ക് വേണ്ടി ഇവിടെ ക്ഷേത്രം പണിയുന്നുണ്ട് കേട്ടോ. കണ്ടതാ, അവിടെ ഒരു ക്ഷേത്രം, ഇവിടെ ഒരു ക്ഷേത്രം. ഇവിടെ ഇതാ വീടിൻ്റെ പിന്നെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇവരിതാ. കുറേ വീടിൻ്റെ കുഴി ഇവിടെ കുറച്ച് കഴിഞ്ഞ് എടുക്കുമായിരിക്കും. ഇതുണ്ടോ, അവിടെ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ വീടുകൾ വരാനുള്ള. പിന്നെ വാട്ടർ പൈപ്പിൻ്റെ പണി നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ. കണ്ടതാ, ഇവിടെ കുറച്ച് പേര് പണി എടുക്കുന്നതാ.
വെള്ളത്തിൻ്റെ. കുറേ പേര് കൈ കാണിക്കുന്നുണ്ട് കേട്ടോ ടിപ്പറിൽ പോണേ. അപ്പോൾ അവിടെ അത് എന്തോരം വീടുകളാന്ന് നോക്കിയേ. ഇതാ കുറച്ച് പേര് അവിടെ താമസിക്കുന്നുണ്ട്, ആ വീട്ടിൽ പണിയെടുക്കുന്നവർ. നമുക്കിതിൽ അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്കാണ് കൂടുതൽ വീടുള്ളത്, അവിടേക്കാണ്. നമുക്ക് ആ ഭാഗത്തോട്ട് പോവാം. ഇത് പുൽപ്പാറ എസ്റ്റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ എസ്റ്റേറ്റാണ് ഇവിടെ ടൗൺഷിപ്പിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇവിടെ ഒരു ബംഗ്ലാവൊക്കെ ഉണ്ട്. എന്താ അവിടെ ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പണ്ടത്തെ ബംഗ്ലാവാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ടൗൺഷിപ്പ്. എന്തോരം വീടുകളാണ് നോക്കിയേ. ഓരോ സ്ഥലത്ത് ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പുൽപ്പാറ എന്നാണ്. ഇതാട്ടോ പുൽപ്പാറ ബംഗ്ലാവ്. ഇതാട്ടോ ഇവിടുത്തെ ബംഗ്ലാവ്. എന്ത് രസമാണ് കാണാൻ നോക്കിയേ. പണ്ട് കാലത്തെ ബെൻസൊക്കെ ഇതാ ഇവിടെ. ഇത് വലിയ എസ്റ്റേറ്റ് ആയിരുന്നു കേട്ടോ, പുൽപ്പാറ എസ്റ്റേറ്റ്. വലിയ മരങ്ങളും നല്ല ഭംഗിയാണ്. ഇതൊക്കെ അങ്ങോട്ടൊക്കെ എന്ത് രസമല്ലേ. പണ്ടത്തെ ബംഗ്ലാവ്. ഈ വഴിയൊക്കെ നോക്കിയേ എന്ത് രസമാണ് കാണാൻ. ഈ വഴി ഇങ്ങനെ വളഞ്ഞു ചുറ്റി താഴെ ടൗൺഷിപ്പിൻ്റെ അതിൽ കയറി വരിക. ഇവിടെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടാ. എന്ത് തണലാകാന്ന് നോക്കി. ടൗൺഷിപ്പിൻ്റെ ഓഫീസാക്കിയിട്ടുണ്ട്. ഒരു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ബംഗ്ലാവായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. ടൗൺഷിപ്പിൻ്റെ ഓഫീസാക്കിയിട്ട് അവിടെ കുറച്ച് പേരുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ഗ്രാനൈറ്റ് പണിയുന്ന ചേട്ടന്മാരുടെ എത്തിയിട്ടോ. ഇവിടെയാണ് ഗ്രാനൈറ്റ് പണി നടക്കുന്നത്. കണ്ടിതാ ഞാൻ നേരത്തെ കാണിച്ചതല്ലേ, ആ പാറ മുറിച്ചെടുത്ത് ഇവിടുന്ന് തന്നെ പണിയാണ്, പീസുകളും കാര്യങ്ങളും. ആ പാറയിൽ നിന്ന് മുറിച്ചെടുത്താട്ടോ ഇത്. ഇതുണ്ടോ ബ്ലാക്ക്. ഇതുണ്ടോ, ഇത് ആ പാറയിൽ നിന്ന് മുറിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അടിപൊളി. കുറച്ചേരോട് പണി എടുക്കുന്നില്ലേ, അത് കട്ട് ചെയ്യാണ്. ഹായ്, നെയിം അജിത്ത്. മലയാളിയാ അല്ലേ? ചേട്ടാ അവിടുന്ന് മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക അല്ലേ? അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാക്കുക അല്ലേ? ഇത് കൊണ്ടുപോകും, അങ്ങോട്ട് വീട്ടിലോട്ട് കയറ്റി കൊണ്ടുപോകും. ആ പാറയിൽ നിന്ന് മുറിച്ചുണ്ടാക്കുന്നതല്ലേ? ആ രാജസ്ഥാൻ. വീടൊക്കെ ഇവിടെ തന്നെയാ? വടകര അല്ലേ? കുറേ പേര് വടകരയിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 2 ചേട്ടന്മാർ വടകരയെന്നു പറഞ്ഞു. ആ വടകര അല്ലേ? ശരി ചേട്ടാ, എന്നാ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അവിടെ കുറേ വീട് പണി നടക്കുന്നുണ്ട്. അവിടെയൊക്കെയാണ് കൂടുതൽ വീടുകളുള്ളത്. ഇത് ഫുള്ള് ഈ കമ്പനി, വടകരത്തെ കമ്പനി ആട്ടോ ഈ ഫുൾ പണി ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് എന്തോരം പണിക്കാരാ.
പെട്ടെന്ന് പണി തീർത്ത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അതിനാണ് പ്ലാൻ. ഈ സൈഡിൽ ചേട്ടന്മാർ കമ്പി വളച്ച് കെട്ടാനുള്ള കമ്പിയൊക്കെ സെറ്റായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പണിക്കാർ ഇവിടെ കണ്ടോ. ഇവിടെ ചേട്ടന്മാരതാ പെയിൻ്റ് അടിക്കുന്നു. ഇൻഡസ്ട്രിയലിന് പെയിൻ്റ് അടിക്കുന്നുണ്ട്, വീടിന് പുറത്ത് പെയിൻ്റ് അടിക്കുന്നുണ്ട്. എന്തായാലും ടൗൺഷിപ്പൊക്കെ അടിപൊളിയാട്ടോ. എന്തായാലും പാവങ്ങൾക്ക് എല്ലാവർക്കും വീട് കിട്ടുമല്ലോ. പണിയെടുക്ക ചേട്ടന്മാർ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരെ വെള്ളം പോവാനുള്ള ട്രാൻസ്ഫോമർ നോക്ക്. ഇതെന്താ അപ്പോൾ ഇവിടുന്നാണ് എല്ലാ വീട്ടിലേക്കുള്ള സപ്ലൈ കേട്ടോ. ഈ മീറ്ററി ബോർഡിൽ നിന്ന് എല്ലാ വീട്ടുകൾക്കും സപ്ലൈയും കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ്. എന്തായാലും ഭയങ്കര സെറ്റപ്പ് പരിപാടിയാട്ടോ. ഇവിടെ കുറേ ചേട്ടന്മാർ ഇൻഡസ്ട്രിയലിൻ്റെ പരിപാടി. ജനലുണ്ടാക്കുക കേട്ടോ. ജനൽ ഉണ്ടോ? ജനലൊക്കെ ഇൻഡസ്ട്രിയിലാണ്. ഇവിടെ കുറേ ജനലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ എന്തോരം ജനല അല്ലേ. ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുകയാണ്. ജനലൊക്കെ വാങ്ങി സെറ്റപ്പാട്ടോ. ഇവർക്ക് പണിയെടുക്കാൻ വേണ്ടിയുള്ള ഷെഡും കാര്യങ്ങളോ. ഓ കണ്ണ് അതുപോലെ പിന്നെ പെയിന്റ് അടിക്കുന്നുണ്ടോ? അതാ ജനലുണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ടുപോകാം കേട്ടോ. പിന്നെ വീടിൻ്റെ മേലെ ഓട് വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പൈപ്പാണത്. ജനറേറ്റർ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെയും കുറേ പണി നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും മേലെ പണി കഴിഞ്ഞിട്ടില്ല. കണ്ടിന് ഓടൊക്കെ വെക്കാനുണ്ട് കുറേ വീട്ടിൽ. ഇതാ ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക്. എൻ്റെ അമ്മോ കണ്ടോ. എന്ത് രസമല്ലേ വീടുകൾ. എന്നാലും ഈ വീട് കിട്ടിക്കഴിഞ്ഞവർക്ക് എല്ലാവർക്കും സന്തോഷമാവും. നല്ല അടിപൊളിയാണ്. ഇതുണ്ടോ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുക. ഇത് ഞാൻ നേരത്തെ വന്നില്ല. ആ വഴി ഇങ്ങോട്ടാണ് കയറി വരുന്നത്. ആ വഴീൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടൊക്കെ ഇങ്ങോട്ട് കണ്ടില്ല. ഹൈവേ ആട്ടോ, ഹൈവ. അവിടെ കുറേ പേര് പെയിന്റ് അടിക്കുന്ന കാണാം കണ്ടോ അങ്ങോട്ടേക്ക്. ഇവിടെ മതിൽ കെട്ടുന്നുണ്ട് കണ്ടതാ. തേക്കാണ് ചേട്ടന്മാർ. ഇതാ ടിപ്പറിലൊക്കെ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണേ. കണ്ടോ ഈ വണ്ടി ഓട് ഇറക്കുക കേട്ടോ ഈ ചേട്ടന്മാർ. ആ വീട്ടിലേക്കുള്ള ഓട്
ഇവിടെ കുറേ പേര് കാണാൻ വന്നിട്ടുണ്ട് കണ്ടോ വീടൊക്കെ. എന്ത് രസമല്ലേ, കുറേ പേര് അതെ കാണാമെന്ന്. ഇവിടുത്തെ 2 പേര് വരുന്നുണ്ട്. ഇവിടെ പണി നടക്കുകയാണ് മതിലിൻ്റെ. ട്രാക്ടർ മണ്ണെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വണ്ടി റോഡ് പണിക്ക് പോവാ കേട്ടോ. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്തോ ഒരു വീടുകളാ. ഇവിടെ മതിൽ കെട്ടിയിട്ടുണ്ട് കണ്ടോ അവിടെയൊക്കെ. എന്താ രസമല്ലേ. ഇവിടെ ഓട് മെയ്യാട്ടോ. ഈ വീട്ടിൽ ഓട് മെയ്യാണ്. ആ വണ്ടിയിൽ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ കുറച്ച് കയ്യൊക്കെ കഴിയുന്നുണ്ട്. പേരെന്താ? നെയിം 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 രവീന്ദ്ര സലാം. ഗർ 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 MP മധ്യപ്രദേശ്. മധ്യപ്രദേശ്. മധ്യപ്രദേശിലുള്ള ആൾക്കാരാട്ടോ. അവിടെ കുറേ പേര് മെയിൻ സ്വിച്ച് DP ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ ആ വീടിൻ്റെ ഉള്ളിൽ. കുറച്ച് പേര് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ വീടുകളിൽ മൊത്തം ഓട് വെക്കുക കേട്ടോ. അതിൻ്റെ മേലെ നിന്ന് കൈ കാണിക്കുന്നുണ്ടോ ചേട്ടന്മാർ. എന്ത് രസമാണ് കാണാൻ. തകർത്തും പണികൾ. കുറേ പേര് കാണാൻ വരുന്നുണ്ട് കേട്ടോ. അവരെ കാണാൻ പോകുന്നില്ല അങ്ങോട്ടേക്ക്. ഇവിടെ മതിൽ കെട്ടുകയാണ്. മതിൽ കെട്ടുക കേട്ടോ കണ്ടോ. ഇവിടെ അലമാര സെറ്റ് ചെയ്യാണ്ട് ഇവർ. ഇതുണ്ടോ അലമാരയും കാര്യങ്ങളൊക്കെ, കബോർഡ്. ഈ വീടുകളിൽ ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഏകദേശം പണികൾ, കുറച്ച് വീടിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി മതിലിൻ്റെ പണി, അലമാര, എവിടെയാണ് ഡോറും കാര്യങ്ങളൊക്കെ. ഇതാ കട്ടില. ഇവിടെ പോട്ട് സെറ്റ് ചെയ്യാട്ടെ ചേട്ടാ. അവിടെ ഓട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് അവർ. ആ കട്ടില് ചേട്ടൻ ഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ചേട്ടാ സിമെന്റ് കൂട്ടുകയാണ്. ഇവിടെ നിന്നാണ് കബോർഡിൻ്റെ ഒക്കെ പണി, ഡോറിൻ്റെ ഒക്കെ. ഇവിടെ ഈ ചേട്ടന്മാർ ഗേറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഗേറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും ഓരോ പണിയാണ്. അവിടെ ഇനി ഓട് സെറ്റ് ചെയ്യാണ്ട്. അവിടെ കുറച്ച് ഗേറ്റിൻ്റെ പരിപാടി വരുന്നുണ്ട്. അവിടെ പൈപ്പ് ഇടുന്നുണ്ട് വെള്ളത്തിൻ്റെ. ഇതുണ്ടോ ഞങ്ങൾ കുറച്ചുകൂടി തേക്കാനൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ഒരു വീടിൻ്റെ മേലെ കയറിയിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. എന്താ വെറൈറ്റി സംഭവം നോക്കിയേ. വെറൈറ്റി ഇല്ലേ? ഇതുണ്ടോ
ഇതുവരെയായിട്ട് കാണാത്തൊരു ഐറ്റാണ്. ഈ വീട്ടിൽ ഗേറ്റൊക്കെ സെറ്റ് ചെയ്ത് കിട്ടതാ. ഗേറ്റ് നോക്കിയേ. ഈ വീടിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറാം. വീട്ടിൽ കുറേ പേര് കാണാവുന്നുണ്ട്. കുറേ ചേട്ടന്മാർ. പണി നടക്കുക. ചേട്ടന്മാര് കാണാമെന്നാ? എവിടെയാ വീട്? തലശ്ശേരി. വേറെ ചേട്ടന്മാരെ എല്ലാരും തലശ്ശേരിന്ന് വന്നാട്ടോ. രാവിലെ വന്നാണോ? എത്ര മണിയാ ഇറങ്ങിയാട്ടെ അവിടെ? 8 മണിയില്ലേ? ഇതൊരു അത്ഭുതകരമായ കാഴ്ച നമ്മൾ കാണുന്നു. എന്തായാലും എന്തോരം വീടുകളാ നോക്കിയേ. സർക്കാർ ഇങ്ങനെ ആപത്തിൽപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത് ശരിയാ. ലോകത്ത് ആദ്യമായി എന്തോ അങ്ങോട്ടൊക്കെ പോയായിരുന്നോ? അടിപൊളിയാ കാണാൻ. അവിടേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചേട്ടേ. അവിടേക്ക് പോയാൽ നമുക്ക് കാണാം. സൂപ്പറാ. റോഡിലോട്ട് ഇറങ്ങിട്ടോ. ഇതാണ് റോഡ്. കണ്ടോ? ഇവിടെയും പണി നടക്കുന്നുണ്ട്. റോഡ് പണി ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുക. എന്താ റോഡ് നോക്കിയേ. ഹൈവ. എന്ത് ഭംഗിയാ കാണാമല്ലേ. ഈ റോഡ് അങ്ങനെ ചുറ്റി ആ വീടുകളുടെ ഉള്ളിലൂടെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണേ. അവിടെ അങ്ങ് അറ്റത്തേക്കാണ് ഈ വഴി പോണത്. ഇവിടേക്ക് ഇനി വൺ സെറ്റപ്പ് ആക്കും കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ടൗൺഷിപ്പായിരിക്കും കേട്ടോ നമ്മൾ ഈ കാണാൻ പോകുന്ന. എന്ത് വലിയ ടൗൺഷിപ്പാ അല്ലേ. അടിപൊളി. എന്നാലും കുറേ പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വീടുകളൊക്കെ തിരിച്ചു കിട്ടുമല്ലോ. വളരെ സന്തോഷമായി. എന്തായാലും ഭയങ്കര അത്ഭുതമാട്ടോ. എന്ത് വലിയ കാഴ്ചയാണെന്നറിയാം. ഇവിടെ വന്ന് കഴിഞ്ഞാൽ, ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും വീടുകളുണ്ട്. ഇവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുക. കണ്ടതാ? ഇതുണ്ടോ? ഇത് ടാങ്കാണോ വേറെന്താണോ എന്നറിയില്ല. ഇനി ടോയ്ലറ്റിൻ്റെ ടാങ്ക് പണിയുന്നതാണെന്നൊന്നും അറിയില്ല. അത് ഇവിടെയൊക്കെ പണികൾ നടക്കുന്നുണ്ടല്ലേ. ഇതിപ്ര ഭാഗമാണ് കേട്ടോ. നമ്മളാ കയറി വരുമ്പോഴുള്ള ഭാഗമാണ്. ആ വഴി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഭാഗത്തുള്ള വീടുകളാണിത്. ഇത് മൊത്തം ഇതാ. ഇവിടുന്നാണ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കുഴയ്ക്കുന്നത്, കുഴച്ചെടുക്കുന്നത്. വെള്ളം ഇതാ ഇവിടെ ചെറിയൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വരും. കണ്ടോ? സിമെൻറ്റും കൊണ്ട് ടാങ്ക് ഉണ്ടാക്കിയിട്ട് വെള്ളം കണ്ടോ? എനിക്കെന്തായാലും വളരെ സന്തോഷമായിട്ടോ. അത്രയ്ക്കും വീടുകൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഏറ്റവും വലിയ ടൗൺഷിപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണിത്. കുറേ പേര് ഹായ് കാണിക്കുന്നതാ, പണിയെടുക്കുന്നതാ. ഹായ്. ഇവിടെ പണി നടന്നുകൊണ്ട് കേട്ടോ. എൻ്റെ കാലാണ് ഒട്ടിയിട്ട് രക്ഷയില്ല. ഇന്ന് തന്നെ വെള്ളം ചീറ്റി ഇത് തന്നെ ഉറപ്പിക്കുകയാണ്. വേണ്ടോ? അതിൽ ഈ വണ്ടി ഉണ്ടല്ലേ. ഇതെന്താ റബ്ബർ ടയറോ? വെറൈറ്റി ടയറൊക്കെയാണല്ലോ. ഇത്ര ടയറാ നോക്ക്. ഇത് വെള്ളം നനച്ച് കൊടുക്കും, മറ്റേ പുള്ളി ഉറപ്പിക്കും. എന്തൊക്കെയോ സെറ്റപ്പ്. ഇവിടെ നേരെ അങ്ങോട്ട് ചാടിയ ബൈപ്പാസാണ്. കണ്ടോ? ആ കാണുന്ന ബൈപ്പാസാണ്. നേരെ കൽപ്പറ്റയ്ക്ക് പോവാ. അങ്ങോട്ടേക്ക് പോയാൽ നേരെ അമ്പലവേലി, മാനന്തവാടി അങ്ങോട്ടേക്ക് പോവാ. ഇതവിടെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ വീടിൻ്റെയൊക്കെ ഏറ്റവും ബേക്കിലാണെങ്കിൽ നല്ല അടിപൊളി മലനിരകളും. കണ്ടോ? അങ്ങോട്ടേക്ക് മലനിരകൾ കാണാൻ എന്താ ഭംഗി. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം, ഫ്രണ്ടിലേക്ക്.
ഇതെടുത്താൽ തീരില്ല കേട്ടോ, അത്രയ്ക്കുണ്ട്. പിന്നെ നല്ല വെയിലാ. ഈ വെയിലത്താണ് ഈ പാവങ്ങൾ പണിയെടുക്കുന്നത് ഇവിടെ. കണ്ടോ, കുറേ പേര് കാണാനൊക്കെ വന്നിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ കാണാൻ വന്നേക്കുന്നതെന്ന് അറിയോ? നമുക്കെന്തായാലും അവരുടെ അടുത്തൊന്ന് പോവാ. അവർ വന്നതല്ലേ. പെയിന്റ് അടിക്കുക അല്ലേ? പെയിന്റ്. നെയിം സൂരജ്. എവിടെ? ഗർ ഒറീസ. സൂര്യൻ നോക്കിയേ. ഇത് ഈ ബൈപ്പാസിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഉള്ള വീടുകളാട്ടോ ഈ കാണുന്ന മൊത്തം. പണികൾ അടിപൊളിയായി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടേക്ക് ഇനി പണി എടുക്കാനുണ്ട് കുറച്ച്. ഇവിടെ ഇനി മതിൽ കെട്ടാനുണ്ട്. എന്തായാലും അടിപൊളി. ഇവിടെ താമസിക്കുന്നവർക്ക് നല്ല രസമായിരിക്കും കേട്ടോ മിണ്ടാനൊക്കെ. ഇവിടെയൊക്കെ തിണ്ട് കെട്ടിക്കൊണ്ട് നിൽക്കുക. ഇത് ഇപ്പുറത്തെത്തിയിട്ട് ഞാൻ വന്നിട്ട് എത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇവർക്ക് വേഗം വീട് കിട്ടട്ടെ. നറുക്കെടുത്തിട്ടാണ് വീട് കൊടുക്കുന്നത് എല്ലാവർക്കും. ഇവിടെ കുറേ പേര് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ അത്രയ്ക്കുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ സ്റ്റേജും കാര്യങ്ങളും. നമ്മളങ്ങനെ വന്ന് ഫ്രണ്ടിലോട്ടേക്ക് എത്തി. ഈ ചേട്ടൻ കൊണ്ട് പെയിൻ്റ് അടിക്കുക. ഇതാട്ടോ നമ്മൾ കയറി വരുന്നത്. അവിടെ നിന്നും കയറി വരും. ഞാൻ അവിടെ നിന്നാണ് വന്നേ. ഇതാ വീടിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ. ഇവിടെയൊക്കെ ഇതാ റോഡ് പണി നടന്നുകൊണ്ട് കേട്ടോ. ഇതാ ചെറിയ എന്ത് ഭംഗിയെന്ന് നോക്കിയേ, ഇങ്ങനെ കുന്നുപോലെ. ഇത് സ്റ്റേജ്, ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള സ്റ്റേജൊക്കെ പണിതിട്ടുണ്ട്. നമുക്ക് സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇത് ഇപ്പുറ സൈഡിലുള്ള വീടുകളാണ്. സൗണ്ട് സെറ്റും കാര്യങ്ങളൊക്കെ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ? കാരണം കുറച്ച് ഒരു 2-3 ആഴ്ചയും കൊണ്ട് തീരില്ലാന്ന് തോന്നുന്നു. കുറേ വീടൊക്കെ ഇവിടെ കുറേ കൊടുത്തു വരെ. കുറേ പേര് ആ സ്റ്റേജിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആണോ? ഇവിടുന്ന് അടുത്താട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് കയറാനുള്ളൂ. അതിലാണ് മെയിൻ വഴി. നമ്മൾ സ്റ്റേജിലേക്കൊന്ന് കയറാം. കേട്ടോ സ്റ്റേജ്.
കുറച്ച് ചേട്ടന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, അവർ ഫോട്ടോ ഒക്കെ എടുക്കുക. നമ്മുടെ പിണറായി വിജയൻ വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ. ഇതാണ് വീടിൻ്റെ ബേക്ക് ഭാഗം. അപ്പുറത്തെ വീടിൻ്റെ ബേക്ക് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഇൻഡസ്ട്രിയൽ പണിയാണ്. ഇതാ കോണീൻ്റെ പണി നടക്കുക. കണ്ടതാ, കണ്ടോ സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന കണ്ടില്ലേ, സ്റ്റെപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ സ്റ്റെപ്പിൻ്റെ അവിടെ കോൺക്രീറ്റ് ഒക്കെ ഇടാൻ വേണ്ടി ഉണ്ടല്ലേ, താഴെ കണ്ടോ. ആ ബ്രോ അവിടെ പുട്ടി ഇടുന്നുണ്ട് വീടിന്. ഇവിടെ സ്റ്റെപ്പിൻ്റെ പണി നടക്കുക കണ്ടോ. അതാ ഇവിടെ പെയിൻറ്റ് കലക്കാട്ടെ ചേട്ടന്മാർ, മിക്സാക്കാണ്. പിന്നെന്താ കണക്കെന്താ എഴുതുക. ഇവിടെ ഇതാ ബാത്റൂമിൻ്റെ അടപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടതാ പൈപ്പൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് പോവാം. അക്കരെ കുന്നിലോട്ട് പോവാം. എന്തായാലും വെയിൽ, മാരക വെയിൽ, നല്ല ചൂടാ. ഇന്നലെയൊക്കെ പെരും മഴ പെയ്തില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചൂട്. അല്ലെങ്കിൽ ഇത്ര ചൂടുണ്ടാവില്ലായിരുന്നു. ഇവരിതവിടെ റോട്ടിൽ കല്ല് നിരത്തുന്നുണ്ടോ, പാറപ്പൊടിയും മെറ്റലും കൂടി കുഴച്ച് പണിയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പണി നടക്കുക. നല്ല കുടിവെള്ളം കൊണ്ടുവരുന്നുണ്ട് കണ്ടതാ ലോറിക്കകത്ത്. ഇവിടുന്ന് ടൗണിലേക്കും കാര്യങ്ങളൊക്കെ സ്ഥലത്തേക്കൊക്കെ പോകാൻ ഇവർക്ക് അടുത്താട്ടോ പാവങ്ങൾക്ക്. ഇന്റർലോക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ.